ഏവർക്കും നമസ്കാരം. ഈ വർഷം, അതായത് 2025 നടക്കുന്ന മൂന്നാമത്തെ വലിയ രാശിമാറ്റമാണ് രാഹുകേതുക്കളുടെ രാശിമാറ്റം. ആദ്യത്തെ രാശിമാറ്റം 29 മാർച്ച് മാസത്തിൽ നടന്ന മഹാശനിമാറ്റമായിരുന്നു. രണ്ടാമത്തെ രാശിമാറ്റം മെയ് മാസം 14 തീയതി നടക്കുവാൻ പോകുന്ന മഹാവ്യാഴമാറ്റം ആണ്. വ്യാഴമാറ്റം നടന്ന് 3 ദിവസങ്ങൾക്കുള്ളിൽ മൂന്നാമത്തെ വലിയ ഗ്രഹമാറ്റമായ രാഹുകേതുമാറ്റവും നടക്കുന്നു. രാഹുകേതുക്കൾ നിലവിൽ മീനം രാശിയിലും കന്നി രാശിയിലും യഥാക്രമം സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന സമയം 1.5 വർഷം ആകുന്നു. അതായത് കഴിഞ്ഞ 1.5 വർഷമായി രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും സഞ്ചരിച്ച് വരുന്നു എന്നർത്ഥം. എന്നാൽ വരുന്ന മെയ് 18 തീയതി രാഹു മീനത്തിൽ നിന്നും ഒരു രാശി പുറകോട്ട് സഞ്ചരിച്ച് കുംഭം രാശിയിലും കേതു ഒരു രാശി പുറകോട്ട് സഞ്ചരിച്ച് ചിങ്ങരാശിയിലും പ്രവേശിക്കുന്നു. തുടർന്ന് അടുത്ത വർഷം ഡിസംബർ മാസം 5 തീയതി വരെയും ഈ രാശികളിൽ രാഹുകേതുക്കൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു. രാഹുകേതുക്കൾ അറിയപ്പെടുന്നത് തമോഗ്രഹങ്ങൾ, ഛായാഗ്രഹങ്ങൾ എന്നീ പേരുകളിലാണ്. ചില ഭാവങ്ങളിൽ രാഹുകേതുക്കൾ നിന്നാൽ വളരെയധികം നേട്ടങ്ങൾ, രാജയോഗതുല്യമായ ഗുണാനുഭവങ്ങൾ, കീർത്തി, ധനലാഭം, അംഗീകാരം, പ്രതാപം, ശത്രുനാശം, രോഗനാശം എന്നിവയെ എല്ലാം നൽകുന്നു. എന്നാൽ ചില ഭാവങ്ങളിൽ നിന്നാൽ രാഹുകേതുക്കൾ ക്രൂരന്മാരും അശുഭ ഫലദായകരുമായി മാറുന്നു. തൽഫലമായി അപകടം, ത്വക്ക് രോഗങ്ങൾ, അപവാദങ്ങൾ, വാഗ്ദോഷം, വിദ്യാതടസ്സം, ഭാര്യാപുത്രാദികൾക്ക് രോഗാരിഷ്ടതകൾ, കർമ്മരംഗത്ത് പ്രതിസന്ധികൾ, കലഹം, ധനനഷ്ടം, വിദേശവാസം, ദുർമന്ത്രവാദം തുടങ്ങിയ നിഗൂഢ വിഷയങ്ങളിൽ താൽപര്യം, ദുഷ്ടസംസർഗം എന്നിങ്ങനെയുള്ള ദോഷങ്ങൾക്കും കാരണമാകാം. രാഹുകേതു ദോഷങ്ങൾ ക്ഷമയോടും വിശ്വാസത്തോടും ചിട്ടയോടും കൂടിയ പരിഹാരമാർഗങ്ങൾ അനുഷ്ഠിച്ചാൽ കാര്യമായ ദോഷങ്ങൾ നൽകാതെ അകന്ന് പോകും. പ്രധാനമായും രാഹുകേതുക്കളുടെ അധിഷ്ഠാന ദേവതകളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷത്തെ നീക്കുവാനുള്ള ഫലപ്രദമായ മാർഗം. രാഹുവിന്റെ അധിഷ്ഠാന ദേവത ദുർഗാദേവിയും നാഗദേവതകളും ആകുന്നു. എന്നാൽ കേതുവിന്റെ അധിഷ്ഠാന ദേവത മഹാഗണപതി ആണ്. രാഹുദോഷശാന്തിക്കായി ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. എന്നാൽ കേതുദോഷശാന്തിക്കായി മഹാഗണപതിയെ ദർശിച്ച് വഴിപാടുകൾ കഴിക്കേണ്ടത് ചതുർത്ഥി തിഥിക്കാണ് എന്നും അറിയുക. ഇതിനു പുറമെ ആത്മീയതയ്ക്കും സാത്വികമായ ചിന്തകൾക്കും ഊന്നൽ നൽകിയുള്ള ചിട്ടയായ നേരായ ജീവിതരീതിയും രാഹു കേതു ദോഷശാന്തിക്കായി പുലർത്തേണ്ടതാകുന്നുവെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇനി നമുക്ക് രാഹുകേതുക്കളുടെ ഈ രാശിമാറ്റം 12 രാശിക്കാരെയും അതിലെ 27 നക്ഷത്രജാതരെയും വരുന്ന 1.5 വർഷക്കാലം നീളുന്ന കാലയളവിൽ എങ്ങനെയെല്ലാം ബാധിക്കും, എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ നൽകുമെന്നെല്ലാം നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യമായി മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ മേടക്കൂറുകാരുടെ അനിഷ്ടഭാവമായ 12 ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18 തീയതി രാഹു രാശി മാറുമ്പോൾ മേടക്കൂറുകാരുടെ 11 ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. സർവാഭീഷ്ടസ്ഥാനം എന്നും ധനാഗമഭാവം എന്നുമെല്ലാം അറിയപ്പെടുന്ന 11 ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് വളരെ അഭീഷ്ടദായകവും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. നിലവിൽ മേടക്കൂറുകാർക്ക് ശനി പ്രതികൂലനായി 7 ശനി ദുരിതങ്ങളുടെ കാലം ആരംഭിച്ചിരിക്കുന്ന ഈ കാലയളവിൽ രാഹു 11 ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് മേടക്കൂറുകാർക്ക് വലിയ അളവിൽ ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. 11 ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, നേട്ടങ്ങൾ, ധനാഗമം എന്നിവയെ നൽകുന്നതാണ്. കൂടാതെ ആഗ്രഹങ്ങൾ, ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ ഇക്കാലത്ത് നിറവേറ്റുകയും ചെയ്യും. അംഗീകാരം, ധനധാന്യ സമൃദ്ധി, പ്രതാപം, അഭീഷ്ടസാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നുചേരും. പുതിയ സംരംഭങ്ങൾ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു 11 ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാണ്. അപ്രതീക്ഷിതമായ ധനവും ഈ സമയത്ത് വന്നുചേരാവുന്നതാണ്. കൂടാതെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, വിദേശത്ത് ജോലി തേടുന്നവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്നുചേരും. അടുത്തതായി കേതുവിന്റെ നില പരിശോധിക്കാം. കേതു മെയ് മാസം 18 തീയതി ഈ കൂറുകാരുടെ 5 ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. 5 ഭാവം സന്താനങ്ങൾ, വിദ്യാഭ്യാസം,
ബുദ്ധിശക്തി, ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ, പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ, അലസത, ഈശ്വരകടാക്ഷത്തിൽ കുറവ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, വീഴ്ച, അതുമൂലമുള്ള തിരിച്ചടികൾ, പരാജയം എന്നിവയെല്ലാം ഉണ്ടാകാം. എന്നാൽ ആത്മീയതയിലും ഉപാസനയിലും ശ്രദ്ധ ഈ കൂറുകാർ പതിപ്പിക്കുമ്പോൾ കേതു നൽകുന്ന ദോഷങ്ങളെ ഇവർക്ക് ഒട്ടൊക്കെ പ്രതിരോധിക്കാവുന്നതാണ് എന്നും അറിയുക. കൂടാതെ ചതുർത്ഥി നാളിൽ ഗണപതി ഹോമം, കറുകമാല ചാർത്തൽ എന്നീ വഴിപാടുകളിലൂടെ കേതുവിന്റെ അധിഷ്ഠാന ദേവതയെ പ്രീതിപ്പെടുത്തുമ്പോൾ ഈ കൂറുകാർക്ക് കേതുദോഷങ്ങളെ ഒട്ടൊക്കെ അകറ്റാം. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. നിലവിൽ ഇടവക്കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18-ാം തീയതി രാഹു ഇടവക്കൂറുകാരുടെ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് 1.5 വർഷക്കാലം ആ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. 10ാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം ആകുന്നുവെന്ന് അറിയുക. കൂടാതെ ഇടവക്കൂറുകാരുടെ 10ാം ഭാവാധിപനായ ശനി ഈ കൂറുകാർക്ക് വളരെ അനുകൂലനായി 11ൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങളെ നൽകുന്നു. കാരണം രാഹു പ്രവേശിക്കുന്ന 10ാം ഭാവാധിപനായ ശനി പ്രബലനും ശക്തനുമാകുമ്പോൾ ആ ബലം രാഹുവിനും ലഭിക്കുന്നു എന്നർത്ഥം. 10ാം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി, കർമ്മഗുണം, നേട്ടങ്ങൾ, പ്രമോഷൻ, അതുവഴി ധനാഗമം, സാമ്പത്തികമായ നേട്ടങ്ങൾ, മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരാവുന്ന ഗുണാനുഭവങ്ങളാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത്. കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലം ആണ്. കൂടാതെ ഈ സമയത്ത് ബിസിനസ്, ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും. അടുത്തതായി കേതുവിന്റെ രാശിമാറ്റം പരിശോധിക്കാം. മെയ് 18-ാം തീയതി കേതു ഈ കൂറുകാരുടെ കുടുംബഭാവമായ 4ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. 4ൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 4ാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, അസംതൃപ്തി, മാതാവിന് ആരോഗ്യപ്രശ്നങ്ങൾ, മാതാവ്, കുടുംബാംഗങ്ങൾ എന്നിവരുമായി അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം. കൂടാതെ ഈ സമയത്ത് ദുർജനങ്ങളുമായി സംസർഗത്തിനും സാധ്യത ഉണ്ട്. കേതുദോഷശാന്തിക്കായി ഈ കൂറുകാർ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കേണ്ടതുണ്ട്. കൂടാതെ ചതുർത്ഥി തിഥിക്ക് ഗണപതി ഹോമം, കറുകമാല ചാർത്തൽ എന്നിവ വഴിപാടായി ഇവർ കഴിക്കുക. കൂടാതെ ആത്മീയമായ കാര്യങ്ങൾ, ഈശ്വരവിശ്വാസം, പ്രാർത്ഥന എന്നിവയിൽ ഊന്നൽ നൽകിയുള്ള ജീവിതരീതി പുലർത്തുക. വ്യാഴം, ശനി, രാഹു എന്നീ 3 ഗ്രഹങ്ങൾ ഇടവക്കൂറുകാർക്ക് ഏറെ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുദോഷങ്ങൾ ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല എന്നും ഇവർ അറിയുക. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. രാഹു നിലവിൽ ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10ലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18-ാം തീയതി രാഹു ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 9ാം ഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടമായ ഭാവം ആണ് എന്നതിനാൽ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 9ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുത്വം, ഗുരുപുണ്യം, പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു. കൂടാതെ 9ാം ഭാവാധിപനായ ശനിക്ക് കണ്ടകശനി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. തൽഫലമായി ഈശ്വരകടാക്ഷം കുറയുന്ന സമയമാകും ഇത്. കാര്യതടസ്സം, കർമ്മവിഘ്നം എന്നിവ ഈ സമയത്ത് ഉണ്ടാകാം. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി, പഠനം, ബിസിനസ്, ഗവേഷണം എന്നിവയിൽ എല്ലാം പുരോഗതി ഉണ്ടാകാവുന്ന കാലമാകും ഇത്. പൊതുവെ രാഹു 9ൽ സഞ്ചരിക്കുമ്പോൾ അത് സദാചാര ലംഘനം, ദുർജന സംസർഗം എന്നിവയ്ക്ക് സാധ്യതയെ സൃഷ്ടിക്കാറുണ്ട്. അതിനാൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുന്നത് അഭികാമ്യം ആയിരിക്കും. രാഹു 9ൽ നിൽക്കുന്നു എന്നതിനാൽ ഭാഗ്യഹാനിയെ ഉണ്ടാക്കാമെന്നതിനാൽ രാഹുവിന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക. ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. ദുർഗാദേവി നാമങ്ങൾ നിത്യവും ഉരുവിടുക. രാഹുദോഷശാന്തിക്കായി നാഗാരാധനയും ഏറെ ഉത്തമം ആകുന്നു. ഇനി നമുക്ക് കേതുവിന്റെ മാറ്റം ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു, എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നെല്ലാം ചിന്തിക്കാം. കേതു മെയ് മാസം 18-ാം തീയതി ഈ കൂറുകാരുടെ 3ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുകയും തുടർന്ന് 1.5 വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യുക. 3ാം ഭാവം എന്നത് കേതുവിന്റെ ഇഷ്ടഭാവം ആകുന്നു. സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന 3ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ നൽകുന്നു. കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും
ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജം, ആത്മബലം, ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം എന്നിവയെ 3-ലെ കേതു നൽകുന്നു. കേതു 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം, രോഗമുക്തി, ആരോഗ്യം എന്നിവ കൈവരുന്നു. കൂടാതെ നേതൃപാടവം, നായകത്വം, മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഇവർക്ക് ഉയർന്ന് കാണപ്പെടുന്നു. മത്സര പരീക്ഷകളിലും മറ്റും ഇവർ ഇക്കാലത്ത് തിളക്കമാർന്ന വിജയം നേടും. കൂടാതെ സാമ്പത്തികമായും ഈ സമയത്ത് പുരോഗതി, ധനലാഭം എന്നിവ ഇവർ കൈവരിക്കുകയും ചെയ്യും. 4-മതായി കർക്കിടകക്കൂർ. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. കർക്കിടകക്കൂറുകാരുടെ 9-ാം ഭാവത്തിലാണ് നിലവിൽ രാഹു സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18-ാം തീയതി രാഹു ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് അടുത്ത 1.5 വർഷക്കാലം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. 8-ാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 8-ാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത്. 8-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം, ആയുർഭീതി, രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം അനുഭവത്തിൽ നൽകാം. കൂടാതെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ, വിമർശനങ്ങൾ, അവഹേളനം എന്നിവയെ നേരിടാം. ബിസിനസ്, പുതിയ സംരംഭങ്ങൾ എന്നിവ വലിയ ധനനിക്ഷേപം നടത്തി തുടങ്ങുമ്പോൾ വളരെ കരുതൽ പുലർത്തിയില്ലെങ്കിൽ അത് കനത്ത ധനനഷ്ടത്തിനും ധനനാശത്തിനും വഴിവെക്കാം. ധനപരമായും പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവ ഇക്കാലത്ത് വന്നുഭവിക്കുവാനുള്ള സാധ്യത ഏറെയാകുന്നുവെന്ന് അറിയുക. ഇൻഷുറൻസ് തുടങ്ങി സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും പ്രവൃത്തികളും ചെയ്തു തീർക്കുവാനും ഈ കൂറുകാർ പ്രത്യേകം കരുതൽ എടുക്കേണ്ടതുണ്ട്. ശാരീരികമായ ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും ഈ സമയത്ത് ഇവർക്ക് നേരിടേണ്ടതായി വരാം. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതെ സമയവും ശ്രദ്ധയും എടുത്ത് വിവേകപൂർവം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇവർക്ക് വ്യാഴദൃഷ്ടി ഉണ്ട് എന്നത് 8-ലെ രാഹു നൽകുന്ന ദോഷങ്ങൾക്ക് കാഠിന്യം കുറയ്ക്കുമെന്നും ഈ കൂറുകാർ അറിയുക. കേതു ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്കാണ് മെയ് മാസം 18-ാം തീയതി പ്രവേശിക്കുക. 2-ാം ഭാവം എന്നത് കേതുവിന്റെ അനിഷ്ടഭാവം ആകുന്നു. ധനഭാവം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം, ധനനഷ്ടം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ കുടുംബത്തെയും 2-ാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഈ സമയത്ത് കുറയാം. കുടുംബാംഗങ്ങളുമായി ചില സ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. കൂടാതെ വാക്സ്ഥാനമായ 2-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ വാഗ്ദോഷം, വാക്പിഴവ് എന്നിവ വന്ന് ഭവിച്ച് തെറ്റിദ്ധാരണ, വിവാദം എന്നിവയിലേക്ക് നയിക്കാം. പഠിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഏകാഗ്രത നഷ്ടമാകാം എന്നതിനാൽ കുറച്ചധികം അധ്വാനം ഇവർക്ക് എടുക്കേണ്ടതായി വരാം. ചതി, വഞ്ചന എന്നിവയിലൂടെ ധനം നഷ്ടപ്പെടുവാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ ധനനിക്ഷേപങ്ങൾക്ക് ഈ സമയം അനുയോജ്യമല്ല എന്ന് അറിയുക. പണം കടം കൊടുക്കുക, കടം എടുക്കുക എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുക. പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ നടക്കാതെ വരുന്ന സാഹചര്യങ്ങളും ഇവർക്ക് നേരിടേണ്ടതായി വരാം. അപ്പോൾ ഫലത്തിൽ കർക്കിടകക്കൂറുകാർക്ക് രാഹുവും കേതുവും അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി പ്രതികൂലമായ ഫലങ്ങളെ നൽകാമെന്ന് തെളിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ രാഹു കേതു ദോഷശാന്തിക്കായി അധിഷ്ഠാന ദേവതകളായ ദുർഗാദേവി, മഹാഗണപതി എന്നിവരെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ആരാധന, ക്ഷേത്രദർശനം, വഴിപാട് എന്നിവയിലൂടെ രാഹു കേതു ദോഷശാന്തി ഇവർക്ക് വരുത്താവുന്നതാണ്. 5-മതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ 8-ാം ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18-ാം തീയതി രാഹു ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവം രാഹുവിന്റെ അനിഷ്ടഭാവം ആകുന്നു. എന്നാൽ 8-ൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാഠിന്യത്തെ അപേക്ഷിച്ച് 7-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യും. എന്നാൽ കളത്രഭാവമായ 7-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധം, പ്രണയബന്ധം, കുടുംബബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം. രാഹു 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാന ദോഷമാണ് വിവാഹേതര ബന്ധങ്ങൾ പുലർത്തുക എന്നത്. അത്തരം ബന്ധങ്ങൾ വൈവാഹിക ബന്ധങ്ങളിൽ വലിയ കലഹത്തെ സൃഷ്ടിക്കാം എന്നതിനാൽ വളരെ ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക. കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ഈ സമയത്ത് വന്നു ഭവിക്കാം. വിവാഹാലോചനകൾ തേടുന്നവർക്ക് കാലതാമസം, തടസ്സങ്ങൾ എന്നിവയെ നേരിടാം. പ്രണയബന്ധങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനമെടുത്ത് അവ തെറ്റായ തീരുമാനമായി മാറാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഏറെയാണ് എന്ന് അറിയുക.
ദമ്പതിമാർ തമ്മിൽ പരസ്പരം വിശ്വാസ്യത, സ്നേഹം എന്നിവ ഈ സമയത്ത് പുലർത്തേണ്ടത് വളരെ അനിവാര്യം ആകുന്നു. 7ാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ, പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നതിനാൽ അവയിലെല്ലാം അഭിപ്രായ ഭിന്നതകൾ, കലഹം, അസ്വാരസ്യങ്ങൾ, അതേ തുടർന്ന് നഷ്ടം, പരാജയം എന്നിവയെ സൃഷ്ടിക്കാമെന്നും ഈ കൂറുകാർ അറിയുക. അടുത്തതായി കേതുവിന്റെ സഞ്ചാരം ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. കേതു നിലവിൽ ഈ കൂറുകാരുടെ 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18-ാം തീയതി കേതു ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക്, അതായത് 1ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗാരിഷ്ടതകൾ, മാനസികമായ സംഘർഷങ്ങൾ, ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ഭവിക്കാം. കൂടാതെ കേതു ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ചതി, വഞ്ചന, പ്രലോഭനങ്ങൾ എന്നിവയിൽ അകപ്പെട്ട് ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതകളെ സൃഷ്ടിക്കാം. ഈ സമയത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടും എന്നതിനാൽ പ്രതിസന്ധികളെ നേരിടുവാൻ വളരെ പ്രയാസപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് ഊർജ്ജസ്വലത നന്നേ കുറയും. തടസ്സങ്ങൾ, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം. ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപൻ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന മാസങ്ങളിൽ ദോഷം വളരെയധികം കുറയുകയും ചെയ്യുമെന്നും ഈ കൂറുകാർ അറിയുക. അപ്പോൾ ചിങ്ങക്കൂറുകാർക്കും രാഹുകേതുക്കളുടെ രാശിമാറ്റം പ്രതികൂലമായതും അനിഷ്ടമായതുമായ ഫലങ്ങളെ സൃഷ്ടിക്കാം. എന്നാൽ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം വളരെയധികം സുരക്ഷയെ നൽകുമെന്നും അറിയുക. വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11ലേക്ക് മെയ് മാസം 14-ാം തീയതി പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ശരിക്കും അനുഗ്രഹങ്ങൾ സർവേശ്വരകാരകനായ വ്യാഴം വർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുകേതുക്കളുടെ പ്രതികൂലമായ അവസ്ഥയിൽ ഈ കൂറുകാർക്ക് വ്യാഴം വളരെ വലിയ ഒരു വടവൃക്ഷമായി തണൽ നൽകുകയും ചെയ്യും. എങ്കിലും രാഹുകേതുക്കളുടെ അനിഷ്ടസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഈ കൂറുകാർ ദുർഗാപ്രീതിയിലൂടെ രാഹുദോഷത്തെയും മഹാഗണപതിയെ ധ്യാനിക്കുന്നതിലൂടെ കേതുദോഷത്തെയും അകറ്റുന്നത് അനിവാര്യവും അഭികാമ്യവും ആകുന്നു. 6ാമതായി കന്നിക്കൂർ. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. ആ രാഹു മെയ് മാസം 18-ാം തീയതി കന്നിക്കൂറുകാരുടെ 6ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 6ാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം ആണ്. 6ാം ഭാവം എന്നത് രോഗം, കടങ്ങൾ, ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. എന്നാൽ രാഹു ഈ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു. 6ലേക്ക് മാറുമ്പോൾ രാഹു ഈ കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ഊർജത്തെ നൽകുന്നു. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടുന്നു. ശത്രുക്കൾ ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും എല്ലാം വിജയം കൈവരിക്കുവാനാകുന്നു. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, പ്രമോഷൻ, അംഗീകാരം, വിദേശത്തെ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. കൂടാതെ ഈ സമയത്ത് രോഗമുക്തി, ആരോഗ്യം എന്നിവയും കൈവരിക്കും. കടബാധ്യതകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി, മോചനം എന്നിവ ഈ കൂറുകാർക്ക് ഇക്കാലത്ത് ലഭിക്കും. അടുത്തതായി കേതുവിന്റെ നില പരിശോധിക്കാം. കേതു ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. 12-ാം ഭാവം എന്നത് കേതുവിന്റെ അനിഷ്ടഭാവം ആകുന്നു. ചിലവിന്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന 12-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ, പാഴ്ചെലവുകൾ, ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ അതേസമയം 12-ാം ഭാവം മോക്ഷത്തിന്റെ ഭാവം ആകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപര്യം, തീർത്ഥാടനം എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിക്കുന്നതാണ്. വിദേശത്ത് പോകുവാനായി താൽപര്യമുള്ളവർക്ക് ഈ സമയം ഏറെ അനുയോജ്യമായ അവസരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ രാഹു കന്നിക്കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുന്നുവെങ്കിൽ കേതു ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാണ് നൽകുക. എങ്കിലും ധനം ചെലവ് ചെയ്യാനുള്ള ഒരു പ്രവണത കേതു നൽകാമെന്നതിനാൽ ധനക്രയവിക്രയങ്ങളിൽ നല്ല കണിശതയും സൂക്ഷ്മതയും ശ്രദ്ധയും ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട്. 7ാമതായി തുലാക്കൂർ. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ തുലാക്കൂറുകാരുടെ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മെയ് 18-ാം തീയതി ഈ കൂറുകാരുടെ 5ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. 5ാം ഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം. 5ാം ഭാവം എന്നത് സന്താനഭാവമെന്ന് അറിയപ്പെടുന്നു. കൂടാതെ വിദ്യാഭ്യാസം, പഠനം, ഉപരിപഠനം, ഏകാഗ്രത എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ട് തന്നെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം, സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ 5ാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനഃശാഞ്ചല്യം, ആശയക്കുഴപ്പങ്ങൾ എന്നിവയെയും രാഹു സൃഷ്ടിക്കാം. എന്നാൽ ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക, ഈശ്വരചിന്ത, സാത്വിക ചിന്ത എന്നിവ വളർത്തുമ്പോൾ അത് ഇവർക്ക് ദോഷഫലങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും. കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ് മെയ് 18-ന് പ്രവേശിക്കുക.
11 കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, രാജയോഗപ്രദമായ അനുഭവങ്ങൾ എന്നിവയെ നൽകും. ഇവർക്ക് കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി, അഭിവൃദ്ധി, പുരോഗതി എന്നിവയെ നൽകും. ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ ഇവർ തുടങ്ങുകയും അവ വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിക്കുകയും ചെയ്യും. ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാണ് ഇത്. കൂടാതെ ശരീരസുഖം, മനസ്സുഖം, കുടുംബസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, സമൂഹത്തിൽ അംഗീകാരം, കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു 11 ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ആകുന്നു. 8 വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ ഈ കൂറുകാരുടെ 5 ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18 രാഹു ഈ കൂറുകാരുടെ 4 ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 4 ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം അല്ല. 4 ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ്. കൂടാതെ കുടുംബം, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധങ്ങൾ, വീട്, വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ 4 ഭാവം കൊണ്ട് തന്നെയാകുന്നു. രാഹു ഈ 4-ൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശത്തെ സൃഷ്ടിക്കാം. കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ ഉണ്ടാക്കാം. മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം വാക്തർക്കം, മാനസികമായി അകൽച്ച, അസ്വാരസ്യങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. എന്നാൽ അതേസമയം ഗൃഹം മോടി പിടിപ്പിക്കുക, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക, ഭൂമി ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക എന്നീ പ്രവർത്തികളിലും ഈ കൂറുകാർ ഏർപ്പെടാം. എങ്കിലും പൊതുവെ ഒരു ശരീരസുഖം, മനസ്സുഖം എന്നിവയെല്ലാം ഈ സമയത്ത് കുറഞ്ഞ് കാണപ്പെടും. ഇനി കേതുവിന്റെ നില നമുക്ക് പരിശോധിക്കാം. കേതു ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10ലേക്കാണ് പ്രവേശിക്കുക. 10 ഭാവം എന്നത് കേതുവിന്റെ ഇഷ്ടഭാവം അല്ല. തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി, മനസ്സുഖമില്ലായ്മ എന്നിവ ഉണ്ടാകാം. മേലധികാരികളുടെ അപ്രീതി, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, ശത്രുശല്യം എന്നിവയും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം. 10ലെ കേതു ബിസിനസിനെയും പ്രതികൂലമായി ബാധിക്കാം. എന്നാൽ അതേസമയം 10ലെ കേതു ആത്മീയമായ ഉണർവ്, തീർത്ഥാടനം, ദൂരദേശഗമനം എന്നിവയെയും സൃഷ്ടിക്കാം. 9 ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ധനുക്കൂറുകാരുടെ 4 ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18 ആ രാഹു ഈ കൂറുകാരുടെ 3ലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് 1.5 വർഷക്കാലം രാഹു ഈ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. 3-ാം ഭാവം എന്നത് രാഹുവിന്റെ ഏറെ ഇഷ്ടമായ ഒരു ഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. രാഹു ഈ 3-ൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയത്തെ നൽകും. ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടുകൂടി ഏർപ്പെടുകയാൽ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കുകയും ചെയ്യും. മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും. തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഇവർ കൈവരിക്കും. തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ പുരോഗതി, വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആത്മീയമായ താൽപര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കും. 3-ലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം, ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം, അംഗീകാരം, കീർത്തി, നായകത്വം എന്നിവയെ എല്ലാം നൽകും. സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ വളരെ സൽപ്പേരും സമ്മിതിയും എല്ലാം ഉണ്ടാകും. കേതു ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. 9-ാം ഭാവം എന്നത് ഈശ്വര കടാക്ഷം, ഗുരു കടാക്ഷം, ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. കേതു 9-ൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ്, നിർഭാഗ്യം, ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ, കർമ്മവിഘ്നം, തടസ്സം, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ, തോൽവി, പരാജയം, കാലതാമസം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ഗുരുത്വവും ഈ സമയത്ത് നന്നേ കുറയാമെന്നതിനാൽ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അഭികാമ്യവും അനിവാര്യവും ആകുന്നു. ഉപാസനാമൂർത്തികൾ, പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം തെളിഞ്ഞു തുടങ്ങും. എന്നാൽ സത്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അനാചാരത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കഠിനമായ ഗുരുത്വക്കേട്, ഈശ്വരകടാക്ഷമില്ലായ്മ എന്നിവയ്ക്ക് വഴിവെക്കുകയും ചെയ്യാം. 10 മകരക്കൂർ. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. രാഹു നിലവിൽ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ രാഹു മെയ് 18 ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 2-ാം ഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവം ആണ് എന്ന് അറിയുക. 2-ാം ഭാവം എന്നത് ധനസ്ഥാനം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു. രാഹു ഈ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും അത് സാമ്പത്തികമായ പ്രതിസന്ധികളെ നൽകാം. ധനക്ലേശം, അപ്രതീക്ഷിതമായ ധനനഷ്ടം, അമിതമായ ചെലവുകൾ എന്നിവയെ 2-ലെ രാഹു സൃഷ്ടിക്കാം. അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഇവർക്ക് അഭികാമ്യം എന്ന് അറിയുക. 2-ാം ഭാവം വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നതിനാൽ രാഹു ഈ 2-ലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം, ദുർഭാഷണം എന്നിവയെ സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പാലിക്കേണ്ടതുണ്ട്. കൂടാതെ വഞ്ചന, കളവ് എന്നിവയിലൂടെ ധനം, വിലപിടിപ്പുള്ള രേഖകൾ എന്നിവ നഷ്ടമാകാനുള്ള സാധ്യതയും ഈ സമയത്ത് ഏറെയാണ്.
കൂടാതെ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ വഷളാകാതെ ഈ കൂറുകാർ സൂക്ഷിക്കണം. അടുത്തതായി കേതുവിന്റെ നില പരിശോധിക്കാം. കേതു ഈ കൂറുകാരുടെ 8ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. 8ാം ഭാവം എന്നത് കേതുവിന്റെ ഇഷ്ടഭാവം അല്ല. 8ാം ഭാവം എന്നത് ആയുർഭാവം, ആരോഗ്യം, ശരീരം എന്നിവയെ എല്ലാം കുറിക്കുന്നു. തൽഫലമായി 8ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ, അനാരോഗ്യം, ആശുപത്രിവാസം, അതുമൂലമുള്ള ചെലവുകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. നിഗൂഢ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യവും ഈ സമയത്ത് കേതു ഈ കൂറുകാർക്ക് നൽകാം. ധനപരമായ വിഷയങ്ങൾ, ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ എല്ലാം നല്ല ശ്രദ്ധ, കണിശത എന്നിവ ഈ കൂറുകാർ പുലർത്തേണ്ടത് അനിവാര്യം ആകുന്നു. 11ാമതായി കുംഭക്കൂർ. അവിട്ടം 2ാം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ ഈ കൂറുകാരുടെ 2ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18ാം തീയതി ഈ കൂറുകാരുടെ ജന്മരാശിയിലേക്ക് രാഹു പ്രവേശിക്കുകയും തുടർന്ന് 1.5 വർഷക്കാലം ഈ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ജന്മരാശി അഥവാ 1ാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം അല്ല. അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും ജന്മം അഥവാ 1ാം ഭാവം എന്നത് തനുഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സ്വന്തം വ്യക്തിത്വം, ചിന്തകൾ, പ്രവർത്തികൾ എന്നെല്ലാം ഈ 1ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ഈ സമയത്ത് വ്യക്തിത്വ പ്രതിസന്ധികൾ, വേറിട്ട ചിന്തകൾ, പ്രവർത്തികൾ എന്നെല്ലാം ഈ സമയത്ത് ഉണ്ടാകാം. കൂടാതെ യാത്രാക്ലേശം, അലച്ചിൽ എന്നിവയും ഉണ്ടാകാം. രാഹു 1ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ക്ലേശങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവയും ഉണ്ടാക്കാം. മാനസികമായ ആശയക്കുഴപ്പങ്ങൾ മനസ്സംഘർഷത്തിലേക്ക് വഴിതെളിക്കാം. വഴിവിട്ട വാക്കുകൾക്കും ഈ സമയം ഉടലെടുക്കാനും അതുമൂലം ബന്ധങ്ങളിൽ അകൽച്ച ഉടലെടുക്കാനും സാധ്യത കാണുന്നു. എന്നാൽ നൂതനമായ ആശയങ്ങളിലൂടെ ധനസമ്പാദനത്തിനുള്ള വഴിയും ഈ കൂറുകാർ ഈ സമയത്ത് തേടുന്നതാണ്. അടുത്തതായി കേതു കുംഭക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. കേതു ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലേക്കാണ് രാശി മാറുക. 7ാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ, ദാമ്പത്യബന്ധങ്ങൾ, കുടുംബബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്നു. കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ്. കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ, വാക്തർക്കങ്ങൾ, മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം. കൂടാതെ ബിസിനസ് പാർട്ണറുമായി ഈഗോ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവ ഈ സമയത്ത് ഉടലെടുക്കുകയും ചെയ്യാം. അത് തടസ്സങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ഒരു ശ്രദ്ധ പുലർത്തണം. കൂടാതെ 7ാം ഭാവത്തിൽ കേതു നിന്നാൽ ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം. മാത്രമല്ല ദാമ്പത്യ ബന്ധങ്ങളിൽ അസംതൃപ്തി, പരസ്പര വിശ്വാസം ഇല്ലായ്ക, ധാരണക്കുറവ് എന്നിവയും ഈ സമയത്ത് വന്നുഭവിക്കാവുന്ന ദോഷഫലങ്ങൾ ആണ്. 7ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ലൗകികമായ കാര്യങ്ങളിൽ ഒരു വിരക്തി, ആഗ്രഹം ഇല്ലായ്ക എന്നിവയും അതുമൂലം ദാമ്പത്യ ബന്ധങ്ങളിൽ ഒരു അസംതൃപ്തിയും ഉടലെടുക്കുവാനും സാധ്യത ഏറെയാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഫലത്തിൽ രാഹുകേതുക്കൾ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കയാൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് അറിയുക. ദുർഗാദേവി, നാഗദേവതമാർ എന്നീ ദേവതകളെ ആരാധിക്കുന്നതിലൂടെ രാഹുദോഷശാന്തിയും മഹാഗണപതി ധ്യാനത്തിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും കേതുദോഷശാന്തിയും കൈവരിക്കാവുന്നതാണ്. കൂടാതെ ലൗകികതയ്ക്കും ആത്മീയതയ്ക്കും ഒരുപോലെ ഊന്നൽ നൽകിയുള്ള ജീവിതരീതി പുലർത്തുവാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. 12ാമതായി മീനക്കൂർ. പൂരട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ ഈ കൂറുകാരുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു വരുന്ന മെയ് 18ാം തീയതി ഈ കൂറുകാരുടെ 12ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് 1.5 വർഷക്കാലം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും. 12ാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവമല്ല എന്ന് അറിയുക. 12ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. പാഴ്ചെലവുകൾ, അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ഭവിക്കാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം. കൂടാതെ 12ലെ രാഹു രോഗാരിഷ്ടതകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി, വരുമാനം, ധനപരമായ നേട്ടങ്ങൾ, പഠനം, ഗവേഷണം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ സമയവും ആകും ഇത്. 12ലെ രാഹു ചില തടസ്സങ്ങൾ, ഒരു ഏകാന്തത, ശത്രുശല്യം എന്നിവയെ സൃഷ്ടിക്കാം. ബന്ധുക്കളുമായും ഈ സമയത്ത് അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. ഒരു ആകുലതയും ഉൾഭയവും എല്ലാം ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ മനസ്സിൽ വളരുന്ന ഈ വിപരീത ചിന്തകൾ, ആകുലതകൾ എന്നിവയെ നീക്കുവാൻ യോഗ, ധ്യാനം, ക്ഷേത്രദർശനം എന്നിവ ഇവർ ശീലിക്കണം.
കൂടാതെ രാഹുവിന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ ഈ കൂറുകാർ സ്മരിക്കുക, നിത്യവും ധ്യാനിക്കുക. ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. അടുത്തതായി കേതുവിന് നില പരിശോധിക്കാം. നിലവിൽ ഈ കൂറുകാർക്ക് വളരെ ദുരിതങ്ങൾ നൽകുന്ന കേതു വരുന്ന രാശിമാറ്റത്തിലൂടെ ഇവർക്ക് ഏറെ അഭീഷ്ടദായകനായി നേട്ടങ്ങളെ നൽകുന്നു. കേതു ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലേക്കാണ് മെയ് 18-ാം തീയതി പ്രവേശിക്കുക. 6ാം ഭാവം എന്നത് കേതുവിന്റെ ഇഷ്ടഭാവം ആണ്. രോഗാരിഷ്ടതകൾ, ശത്രുക്കൾ, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, വിപരീത ചിന്തകൾ, നെഗറ്റീവ് എനർജി എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ വിപരീത ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു. കൂടാതെ രോഗമുക്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മോചനം, ഊർജം, ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇവർക്ക് കൈവരുന്നു. ഏകാഗ്രത, പോസിറ്റീവ് എനർജി, മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ സമയത്ത് കൈവരും. കൂടാതെ 7ാം ഭാവത്തിൽ നിന്ന് കേതു മാറി എന്നതിനാൽ ഇവർക്ക് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം, പരസ്പര ധാരണ, ക്ഷേമം എന്നിവ ഉണ്ടാകും. ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി നേരിടും. ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ, കീർത്തി, അധികാരം, നായകത്വം, സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരും. ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം, സമാധാനം, ഐശ്വര്യം, നായക പദവി എന്നിവയെ 6ൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കുന്ന ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ആണ്. അപ്പോൾ മീനക്കൂറുകാർക്ക് രാഹു അനിഷ്ടൻ ആകുമ്പോൾ കേതു വളരെയധികം നേട്ടവും ഊർജവും നൽകുന്നു. നിലവിൽ ഗ്രഹങ്ങളുടെ അനിഷ്ട സഞ്ചാരഫലത്താൽ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മീനക്കൂറുകാർക്ക് കേതു നൽകുന്ന ഊർജം വളരെ വലിയ ഒരു ആശ്വാസവും ആത്മവിശ്വാസവും ആഹ്ലാദവും ആകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. എങ്കിലും രാഹുവിന്റെ അനിഷ്ടം കണക്കിലെടുത്ത് ഇവർ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കേണ്ടത് ഏറെ അഭികാമ്യം ആകുന്നു. അപ്പോൾ മെയ് മാസം 18-ാം തീയതി നടക്കുന്ന രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ മേൽപ്പറഞ്ഞ 12 രാശിക്കാർക്കും അതിലെ 27 നക്ഷത്രജാതർക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ 1.5 വർഷക്കാലത്തോളം അനുഭവത്തിൽ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷവും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.